നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ. ലോകമെമ്പാടും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം വിളംബരം ചെയ്തുകൊണ്ട് വിശ്വാസികൾ പ്രത്യാശയുടെ ക്രിസ്തുമസ് ആഘോഷിച്ചു. ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവി സ്മരിച്ചുകൊണ്ട് ദേവാലയങ്ങളിൽ നടന്ന പാതിര കുർബാനയിലും പ്രത്യേക പ്രാർത്ഥനകളിലും ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കുചേർന്നത്. വർണ്ണാഭമായ പുൽക്കൂടുകളും നക്ഷത്ര വിളക്കുകളും ഒരുക്കി പള്ളികളും വീടുകളും അലങ്കരിച്ചതോടെ നാടെങ്ങും ആഘോഷത്തിമിർപ്പിലായി. ജാതി മതഭേദമന്യേ കേക്ക് മുറിച്ചും മധുരം പങ്കുവച്ചും സാഹോദര്യത്തിൻ്റെ സന്ദേശമുയർത്തിയാണ് ഏവരും ഈ പുണ്യദിനത്തെ വരവേറ്റത്. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് UDFൻ്റെ NS വർഗീസ് മൂന്നാം തവണയും. രാഷ്ട്രീയ ജീവിതത്തിൽ 60 വർഷം പിന്നിടുന്ന ഈ 78-കാരൻ ആറ്റൂർ കമ്പനിപ്പടി വാർഡിൽ നിന്ന് ശക്തമായ മത്സരത്തിനൊടുവിൽ 106 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഉജ്ജ്വല വിജയം നേടിയത്. മുള്ളൂർക്കരയിലെ നിലവിലെ പഞ്ചായത്ത് കെട്ടിടം ഉൾപ്പെടെയുള്ള പ്രധാന വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹം ഡിസംബർ 27-ന് ഔദ്യോഗികമായി ചുമതലയേൽക്കും. പൈങ്കുളം ആലിൻചൂട് മുതൽ സദേൺ സഹാറ കോറി വരെയുള്ള റോഡ് നിർമ്മാണം അശാസ്ത്രീയമാണെന്നും ആരോപിച്ച് നാട്ടുകാർ തടഞ്ഞു. കോറിയിലെ ഭാരമേറിയ വാഹനങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കാൻ കോറി മാനേജ്മെൻറ്റും പഞ്ചായത്തും ചേർന്ന് നടത്തുന്ന ഒത്താശയാണ് ഈ BMBC നിർമ്മാണമെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. റോഡിൻ്റെ വീതി കൂട്ടുകയോ വൈദ്യുത പോസ്റ്റുകൾ മാറ്റുകയോ ചെയ്യാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് അധികൃതർ ശ്രമിക്കുന്നതെന്ന് പ്രതിഷേധക്കാർ വ്യക്തമാക്കി. ഓടയും ഫുട്പാത്തും ഉൾപ്പെടെയുള്ള കൃത്യമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി റോഡ് നവീകരിച്ചില്ലെങ്കിൽ നിർമ്മാണം തുടരാൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് നാട്ടുകാർ. നെല്ലുവായ് ധന്വന്തി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള കലാസാംസ്കാരിക പരിപാടികൾ ഭക്തിസാന്ദ്രമായി തുടരുന്നു. ആഘോഷങ്ങളുടെ ഭാഗമായി 8 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള 101 കലാകാരന്മാർ അണിനിരന്ന ഭീമൻ സോപാന സംഗീതവും കാലടി ശ്രീ ശങ്കര ഭജൻസിൻ്റെ നാമസങ്കീർത്തനവും അരങ്ങേറി. ഗുരുവായൂർ ജനാർദ്ദന നെടുങ്ങാടി സ്മാരക അഷ്ടപതി പഠന കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിലാണ് പ്രായഭേദമന്യേയുള്ള കലാകാരന്മാരുടെ ഈ അപൂർവ സംഗമം നടന്നത്. ഡിസംബർ 30-ന് നടക്കുന്ന വൈകുണ്ഠ ഏകാദശിക്കായി വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്രത്തിൽ നടന്നുവരുന്നത്.